നമ്മുടെ അടുക്കളത്തോട്ടത്തിലുള്ള വെണ്ട നന്നായി തഴച്ചു വളരാനും നല്ല കായ്ഫലം തരാനും വളം പ്രയോഗിക്കേണ്ട ഒരു പ്രത്യേക രീതിയുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ വളപ്രയോഗം നടത്തുകയാണെങ്കിൽ നമ്മുടെ വെണ്ടയിൽ നിന്നും നല്ല കായ്ഫലം നമുക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കീടങ്ങളുടെ ശല്യമൊന്നും ഇല്ലാതെ വെണ്ട കൃഷി ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചിട്ടും വെണ്ടയ്ക്ക് കൊടുക്കേണ്ട വളപ്രയോഗങ്ങളെക്കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുക്കളത്തോട്ടത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിളയാണ് വെണ്ട. ഫെബ്രുവരി, മാർച്ച്, ജൂൺ, ജൂലൈ, ഒക്ടോബർ, നവംബർ മാസങ്ങളിലാണ് വെണ്ട നടാനായിട്ട് ഏറ്റവും അനുയോജ്യമായ സമയം. വെണ്ട നടാനായിട്ടുള്ള തടം നമ്മൾ എടുക്കുമ്പോൾ അതിൽ കുമ്മായമൊക്കെ ഇട്ട് മണ്ണ് നന്നായിട്ടൊന്ന് ഒരുക്കിയെടുക്കണം. കുമ്മായം ഇട്ടതിന് ശേഷം ഒരു 15 ദിവസം കഴിയുമ്പോൾ നമ്മൾ തടത്തിൽ കുറച്ച് ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും കൂടി മിക്സ് ചെയ്തതിട്ട് മണ്ണുമായിട്ടൊന്ന് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് തൈ നടാം. വിത്ത് നമ്മൾ നടുന്നതിന് മുന്നേ ആയിട്ട് ഒരു 8 മണിക്കൂറെങ്കിലും സുഡോമോണക്സ് ലായനിയിൽ മുക്കി വെച്ചതിന് ശേഷം വേണം പാകാനായിട്ട്. അതും ഒത്തിരി ആഴത്തിൽ വിത്ത് നടരുത്. തൈ നട്ട് ഒരു 15 ദിവസമൊക്കെ കഴിയുമ്പോൾ വീണ്ടും സുഡോമോണക്സ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യണം. അതുപോലെ ചെടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഇങ്ങനെ നമ്മൾ സുഡോമോണക്സ് കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെടിക്ക് നല്ല രോഗപ്രതിരോധ ശേഷിയും ഉണ്ടാവും. അതുപോലെ തന്നെ നല്ല വളർച്ചയും കിട്ടും. പിന്നെ തൈ നടുമ്പോൾ നമ്മൾ അത്യാവശ്യം വളങ്ങളൊക്കെ കൊടുത്തിട്ടാണല്ലോ നടുന്നത്. അപ്പോൾ അത് കഴിഞ്ഞൊരു 20 ദിവസമൊക്കെ കഴിയുമ്പോൾ തൊട്ട് നമുക്ക് വളങ്ങൾ കൊടുത്തു തുടങ്ങാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ജൈവവളം എന്താണോ അത് നമുക്ക് കൊടുക്കാം. പിന്നെ വെണ്ടയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ജൈവവളം എന്താണെന്ന് ചോദിച്ചാൽ നന്നായിട്ട് ഉണങ്ങിപ്പൊടിഞ്ഞ കോഴിക്കാഷ്ടമാണ് വെണ്ടയ്ക്ക് ഏറ്റവും അനുയോജ്യം. ഇനിയിപ്പോൾ കോഴിക്കാഷ്ടം ഒന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മുടെ കയ്യിലുള്ള ജൈവവളം എന്താണോ അത് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഒരേ രീതിയിലുള്ള ജൈവവളം കൊടുക്കാതെ നമ്മൾ മാറ്റി വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ അതോടൊപ്പം നമ്മൾ പച്ചില വളങ്ങളും കൊടുക്കാം. ഓരോ 10 ദിവസത്തെ ഇടവേളകളിൽ ഒരു പിടിയെങ്കിലും ജൈവവളം നമ്മൾ വെണ്ടയുടെ ചോട്ടിൽ ഇട്ട് കൊടുക്കണം. വളമിടുന്നതിന് മുന്നേ ആയിട്ട് വേര് പൊട്ടാത്ത രീതിയിൽ ചുവടൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം വേണം വളം ഇട്ട് കൊടുക്കാനായിട്ട്. എങ്കിലേ ആ വളം കറക്റ്റായിട്ട് നമ്മുടെ വേരിന് വലിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഏത് വളം നമ്മൾ കൊടുത്താലും അത് മണ്ണുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അതുപോലെ വെണ്ടച്ചെടിയുടെ പെട്ടെന്നുള്ളൊരു വളർച്ചയ്ക്കൊക്കെ ആയിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ജൈവ വളങ്ങൾ കൊടുക്കാം. ഇപ്പോൾ കപ്പലണ്ടി പിണ്ണാക്കിൽ കഞ്ഞിവെള്ളം ഒഴിച്ച് ഒന്ന് പുളിപ്പിക്കാനായിട്ട് വെച്ചതിന് ശേഷം അതിൽ നിന്നും തെളിയൂറ്റി ഇരട്ടി വെള്ളവും കൂടി ചേർത്ത് വെണ്ടയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു വളർച്ച നമ്മുടെ വെണ്ടച്ചെടിക്ക് ഉണ്ടാവും. പിന്നെ വെണ്ടയിൽ കാണുന്ന രോഗങ്ങളെ പ്രതിരോധിക്കാനായിട്ട് വേപ്പെണ്ണ മിശ്രിതമോ ബിവേറിയോ ഒക്കെ മാറി മാറി സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. വേപ്പെണ്ണ മിശ്രിതം വെണ്ടയിൽ 2 ഇല പരുവമാവുമ്പോൾ തൊട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അത് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. പുഴുക്കളുടെ ശല്യം കൂടുതലായിട്ടുണ്ടെങ്കിൽ ബിവേറിയ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. തണ്ടുതുരപ്പൻ പുഴുക്കളുടെ ശല്യം കൂടുതലായിട്ട് വെണ്ടയിൽ കണ്ടുവരാറുണ്ട്. അപ്പം അതിനായിട്ട് വേപ്പിൻ കുരു പൊടിച്ചത് ഒരു 24 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ഈ മിശ്രിതം ഇരട്ടി വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത് 2 ആഴ്ചയിൽ ഒരിക്കലെങ്കിലും തളിച്ചു കൊടുക്കുകയാണെങ്കിൽ തണ്ടുതുരപ്പൻ പുഴുക്കളുടെ ആക്രമണം കുറയും. പിന്നെ വെണ്ടയുടെ ചുവട്ടിൽ എപ്പോഴും ഒരു ഈർപ്പം നിലനിർത്തണം. ഇപ്പോൾ പൊതയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഈർപ്പം എപ്പോഴും ചുവട്ടിലുണ്ടാവും. അതുപോലെ 2 നേരവും നിർബന്ധമായിട്ട് നനച്ചു കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ അടുക്കളത്തോട്ടത്തിലുള്ള വെണ്ട നന്നായി തഴച്ചു വളരുകയും ഒത്തിരി വിളവ് നമുക്ക് തരികയും ചെയ്യും. അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.